അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എടുക്കാനുള്ള ബെയ്ത്ത് ശറഫലനാം ബെയ്ത്തും അർത്ഥവും രീതിയും എന്ന വിഷയമാണ്. ആ വിഷയത്തിൽ നിന്ന് ഇനി നമുക്ക് എടുക്കാനുള്ള ബെയ്ത്ത് 5 മിനിറ്റേ ഉള്ളൂ. فأتانها للركب قد سبقت بها فرحا وطيها بالرسول الأمجد يا ربي صل على النبي محمد منجي الخلائق من جهنم في غديم. ഈ ബെയ്ത്താണ്. അലിമ ബീവിയുടെ പെൺകൈത ലിറക്കിബി. ഈ ലിറക്കിബി എന്ന ഈ ലാമ് അലന്റെ മാനാക്കാം. ലിറക്കിബി വാഹനം കയറുന്നതിൻ്റെ മേൽ അത് സബക്കത്ത് ആ പെൺകൈത അത്താനിലേക്ക് മോന്നസാണല്ലോ പെൺകൈത, അതിലേക്കാണ് ദമീർ മടക്കുന്നത്. സബക്കത്ത് ബിഹ അത് മുൻകടന്നിരിക്കുന്നു. ബിഹ അത് സബക്കത്ത് ബിഹ അലീമ ബീവിയെയും കൊണ്ട് ആ വാഹനം മുൻകടന്നിരിക്കുന്നു. ഏത് വാഹനം? പെൺകൈത. ആ പെൺകൈതമേൽ യാത്ര ചെയ്യാണ്. ഫർഹൻ സന്തോഷിച്ചതിന് വേണ്ടി. നമുക്ക് ഒരു മത്സ്യം പിടിക്കാൻ പോയിട്ട് വലിയൊരു മത്സ്യം കിട്ടിയാൽ നമുക്ക് എന്താ ചെയ്യാം? വളരെ സന്തോഷത്തോടു കൂടെ ഉമ്മാൻ്റെ കൊണ്ടുവരില്ലേ എന്നതുപോലെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലീമ ബീവിക്ക് കിട്ടിയ സന്തോഷത്തോടു കൂടെ ഈ പെൺകൈതമേൽ യാത്ര ചെയ്തുകൊണ്ട് അതാ മുൻകടന്നിരിക്കുന്നു, ഇതാ അടുത്തെത്തിയിരിക്കുന്നു. വതീഹൻ രണ്ടും അതേ അർത്ഥമാണ്. അതിന് മുത്തറാദിബായ ലഫ്ളി എന്ന് പറയും. മുത്തറാദിബായ ലഫ്ളി നമ്മളെ ഈ സമദാൻ്റെ പ്രസംഗത്തിലൊക്കെ അങ്ങനെയുണ്ടോ? മുത്തറാദിബായ ഒരേ പദം, അതായത് പറഞ്ഞു, പരാമർശിച്ചു, സംസാരിച്ചു, ഇതൊക്കെ ഒരേ അർത്ഥത്തിനുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന പദത്തിന് പര്യായ പദങ്ങൾ എന്ന് പറയും. മനസ്സിലായില്ലേ? രണ്ടും ഒരേ അർത്ഥത്തിന് വേണ്ടി തന്നെയാണ്. ഫറഹൻ സന്തോഷിച്ചതിന് വേണ്ടി. ആര്? ഹലീമ ബീവി. വതീഹൻ സന്തോഷിച്ചതിന് വേണ്ടി. റസൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതിന് വേണ്ടി. അൽ അംജദ് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതിന് വേണ്ടി. അവനാമുഹ. ഇനി അടുത്ത വെയ്ത്ത് അതിൻ്റെ നേരെ താഴെ വെയ്ത്താണ്. ശ്രോതാക്കളായ നിങ്ങളെന്ത് ചെയ്യണമെന്നോ? ഉമ്മമാർ അതുപോലെ മറ്റുള്ളവർ ആ വെയ്ത്തിൻ്റെ നേരെ താഴെ വെയ്ത്താണ്. അവനാമുഹ കാനത് ശിബാഅൻ കുല്ലമാ സറഹത് തജൂദു ലഹാ ബിദലിൻ മുദ്ബിദീൻ. അവനാം എന്നാലേ വനമിൻ്റെ ജമ്മാണ് അവനാം. വനം എന്നാൽ ആട്. അപ്പോൾ അവനാമ എന്നാൽ ഹലീമ ബീവിയുടെ ആടുകൾ. അത് കില്ലത്തിൻ്റെ ജമ്മുകാർ. അതായത് അവീല തുന്നപോലു സുമ്മാവീല സുമ്മത്തുജുമോ കില്ല. ഈ വതിന് വരുന്നതൊക്കെ കില്ലത്തിൻ്റെ ജമ്മു എന്ന് പറയും. ഇത് അവനാമുവാനത് കില്ലത്തിൻ്റെ ജമ്മ. കാനത്ത് ആ ആടുകളായി ശിബാഅൻ. ശിബാഅൻ എന്നാൽ അത് വയറ് നിറയുന്നതായി, വയറ് നിറക്കുന്ന ആടാണ്. ഏതെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ ആടുണ്ടാവും. പക്ഷേ ഈ ആട് എന്ത് ചെയ്യാൻ? എങ്കിലും ഈ ആട് നല്ല ആടുണ്ടാവും. ഏത് സാധനം കൊടുത്താലും തിന്ന് വയറ് നിറക്കുന്ന ആടുകളുണ്ടാവും, അല്ലാത്ത ആടുകളുണ്ടാവും. അപ്പോൾ ഈ ശിബാഅൻ വയറ് നിറക്കുന്നതായി ആട്. കുല്ലമാ സറഹത്ത് ഈ ആടുകളെ വിട്ടയക്കുമ്പോഴെല്ലാം എങ്ങോട്ട്? കാട്ടിലേക്ക്, വനത്തിലേക്ക്. കുല്ലമാ സറഹത്ത് മേയുന്ന സ്ഥലത്തേക്ക് ആടുകളെ വിട്ടയക്കുമ്പോഴെല്ലാം തജൂദു ലഹ. തജൂദു ഈ ആടുകൾ തിരിച്ചു വരുന്നതാണ്. തജൂദു ലഹ ഈ ആടുകൾ
ഹലീമ ബീവിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഹലീമ ബീവിയിലേക്ക്, ബീവിൻ്റെ അടുത്തേക്ക്, ഹലീമ ബീവിയുടെ അടുത്തേക്ക് ആടുകൾ തിരിച്ചു വരും. എങ്ങനെ? അധികരിച്ചതായ പാലോടുകൂടെ. അപ്പം വയറൊട്ടിയത് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിരുന്നു. വയറൊട്ടിയതായ ആടുകൾക്കെല്ലാം, ഹലീമാവിയുടെ വയറൊട്ടിയതായ ആടുകളെല്ലാം വയറ് നിറഞ്ഞ് നല്ല പുഷ്പമുള്ള നല്ല നല്ല തടികളായി മാറി എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നല്ലോ മദ്രസയിൽ. ആ പറഞ്ഞതിൻ്റെ ആശയം, ഈ പറഞ്ഞതിൻ്റെ ആശയമാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ورأت من الخيرات وهي تهفؤا والناس في مهن وعيش أمقديم. ورأت ഹലീമ ബീവി കണ്ടു മിനൽ ഖൈറാത്തി, ഖൈറായ കാര്യങ്ങളെ കണ്ടു. ആ മിന്ന് ദായിയാക്ക. അപ്പം ഖൈറത്ത് എന്നതിൻ്റെ ബഹുവചനാണ് ഖൈറാത്ത്. ഖൈറായ കാര്യങ്ങളെ കണ്ടു. വയ്യ, ഏത് നിലയ്ക്ക് ഈ ആ ഖൈറായ കാര്യങ്ങൾ ബഹുഫുഹ, അത് ഹലീമ ബീവിയെ ബലം ചെയ്തിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു. വന്നാസു, ഏത് നിലയ്ക്ക് ജനങ്ങളെല്ലാം ഫീ മിഹനിൻ, വന്നാസു ജനങ്ങളെല്ലാം ഫീ മിഹനിൻ, ശക്തിയായ ദാഹത്തിലാണ്. മിഹനാണ് ജൂദുൻ ശദീദെന്നാണ്, ശക്തിയായ ദാഹം. ഫീ മിഹനി വഐശിൻ അംഗദീൻ, ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലുമാണ്. അപ്പോൾ ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. അതുപോലെ പിന്നെ ശക്തിയായ ദാഹത്തിലുമാണ്. അപ്പോൾ ജനങ്ങൾക്കെല്ലാം ക്ഷാമത്തിലാണ്, ജനങ്ങളെല്ലാം ക്ഷാമത്തിലാണ്. ആ സമയത്ത് ഹലീമാവിക്ക് എന്താണ്? ക്ഷേമാണ്. എങ്ങനെ? വളരെ ക്ഷേമത്തോടുകൂടെ, അതായത് സുഖജീവിതത്തോടുകൂടെയാണ് ഹലീമ ബീവി ജീവിക്കുന്നത്. എല്ലാവർക്കും സന്തോഷകരമായ സുഖജീവിതമാണെങ്കിൽ പിന്നെ അതിലെന്തരാ ഒരു അത്ഭുതകരമായ കാര്യമില്ല. വല്ല ജനങ്ങൾക്കൊക്കെ പ്രയാസപ്പെട്ട ജീവിതമാണ് ഈ ഐസിൻ അംഗതി എന്ന ബുദ്ധിമുട്ട്. അംഗത എന്ന ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലാണ്. ഈ മിഹിനത്തിൻ്റെ ബഹുവചനാണ് മിഹന്. മിഹന് എന്നാൽ മിഹന് എന്ന ശക്തിയായ ദാഹം, ജൂൻ ശദീദുൻ. പിന്നെ ഐസിൻ അംഗതി എന്നാൽ ബുദ്ധിമുട്ടുള്ള ജീവിതം. അടുത്ത് കഴിഞ്ഞ് നാലത്തുന്ന നാലത്ത് ബിഹി കുല്ലൽ മസറതി വല്ലനാ വഹുവല്ലദീ കസാദ കുല്ല മുസവ്വദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ വദീ. നാലത്തെ ഹലീമ ബീവി എത്തിച്ചു. ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണം കൊണ്ട് കുല്ലൽ മസറത്തി, എല്ലാ സന്തോഷവും. മസറത്ത് എന്നാൽ മീമിയായ മസ്തറി എന്ന് പറയും. മീമിയായ മസ്തർ എന്നാൽ ഒന്നുകിൽ ആദ്യം മീമുള്ളത്, അതുപോലെ വൈറു സുലാസിക്ക് സുലാസിൻ്റെ മസ്തർ വരിക. അത് ഞാൻ മുമ്പ് എൻ്റെ ഒരു വിഷയത്തിൽ ആൽഫ്യയും അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് വിശദീകരണത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ആ വിഷയത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. എങ്ങനെ ആദ്യത്തിന് മീമുണ്ടാകുക, അല്ലെങ്കിൽ വൈറസ് സുലാസിക്ക് സുലാസിൻ്റെ മസ്തർ വരിക. കൊല്ലന സന്തോഷം, രണ്ടും ഒരേ പര്യായ പദങ്ങളാണ്. മസറത്ത് സന്തോഷം, ഹന സന്തോഷം. എല്ലാ സന്തോഷവും ഹലീമ ബീവി എത്തിച്ചു. ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? വഹുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലതി, ഒരു നബിയാണ്. സാദാ നബി സല്ലല്ലാഹു തങ്ങൾ നേതാവായി. കുല്ല മുസവ്വദീൻ, എല്ലാ നേതാക്കന്മാർക്കും
ഈ വാവിന് പത്താണ്. എല്ലാ നേതാക്കന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായി. ഇനി ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.